ഡൽഹിയിൽ സമരം നടത്തിയ വിദ്യാർത്ഥികളെ വെടിവെക്കണമെന്ന RSS സൈദ്ധാന്തികൻ TG മോഹൻദാസിന്റെ പ്രസ്താവനയ്ക്കെതിരെ SFIയുടെ പരാതി. DGPക്കാണ് SFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി നന്ദൻ പരാതി നൽകിയത്. വിജിൻ വായാന്തോട് ചേരുകയാണ് വിവരങ്ങളുമായി. വിജിൻ, TG മോഹൻദാസിന്റെ പ്രസ്താവന, യൂട്യൂബിലൂടെയുള്ള അദ്ദേഹത്തിന്റെ പരാമർശം യഥാർത്ഥത്തിൽ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഒരു സാധാരണ മനുഷ്യനിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്തതാണ്. നമുക്കത് കേട്ടാൽ നമുക്ക് തന്നെ പേടി തോന്നും. വിദ്യാർത്ഥികളെ ഞാനായിരുന്നെങ്കിൽ കർഫ്യൂ പ്രഖ്യാപിച്ച് വെടിവെക്കുമായിരുന്നു, അവിടുന്ന് ബോഡികൾ എടുത്തു മാറ്റുമായിരുന്നു എന്നുള്ളത് വലിയ വിമർശനം, വലിയ പ്രതിഷേധം അതിനെതിരെയുണ്ട്. അപ്പോൾ SFIയുടെ പരാതി, അതിൽ പോലീസ് എന്ത് നടപടിയെടുക്കും ഇനിയിപ്പോൾ? രാജ്യത്തെ തന്നെ ഞെട്ടിക്കുന്ന നിലയിലുള്ള വിദ്വേഷ പരാമർശമാണ് TG മോഹൻദാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിനെതിരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉയർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ രാജ്യത്തിന്റെ പല മേഖലകളിൽ നിന്നും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ RSSന്റെ ഒരു സമരത്തോടുള്ള സമീപനമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കേട്ടത് എന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ കർഫ്യൂ പ്രഖ്യാപിച്ച് വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലും എന്നുള്ള വിദ്വേഷ പരാമർശത്തിന് എതിരായി നൽകിയിട്ടുള്ളത്. DGPക്കാണ് SFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി നന്ദൻ പരാതി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് തുടർ നടപടികളിലേക്ക് ഇനി പോവുകയാണ് ചെയ്യുക. ഏത് സ്റ്റേഷൻ പരിധിയിലാണോ അദ്ദേഹത്തിന്റെ പ്രസ്താവന ഉണ്ടായത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അന്വേഷണമാണ്, ഒരുപക്ഷെ സൈബർ ഇടങ്ങളിൽ നടത്തിയ പരാമർശമായതുകൊണ്ട് തന്നെ സൈബർ പോലീസിന്റെ ഉൾപ്പെടെ അന്വേഷണത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും DGP അടുത്ത ഘട്ടത്തിൽ ആ പരാതി സ്വാഭാവികമായും താഴേക്ക് ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്യുക. എന്തായാലും കേരളത്തെ ഞെട്ടിച്ച, കേരളം ഒന്നാകെ സമരത്തിന് അനുകൂലമായി നിലകൊള്ളുകയും വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നത് കണ്ടു നിൽക്കാൻ കഴിയാത്ത നിലയിൽ വലിയ പ്രതിഷേധം ഉയർത്തുകയും ഒക്കെ ചെയ്തതാണ്. അതിനിടയിലാണ് കേരളത്തിലെ തന്നെ RSSന്റെ സൈദ്ധാന്തികന്റെ ഭാഗത്തുള്ള ഇത്തരം പരാമർശം ഉണ്ടായത്. അതിനെതിരെ പ്രതിഷേധം ഉയർന്നതിനിടയിലാണ് ഇപ്പോൾ SFI എന്തായാലും DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്.